കേരളത്തിലെ ഹിജാബ് വിഷയത്തെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകളൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, കമൻറ്റുകൾ, ഞാനിടുന്ന പോസ്റ്റിനൊക്കെ ആണെങ്കിൽ 3.5K കമൻറ്റൊക്കെയാണ്. എല്ലാം എനിക്ക് വായിക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും എല്ലാം കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാം വായിക്കാനായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാണെന്നുള്ളതാണ്. കാരണം നമ്മളിതൊക്കെ എപ്പോഴേ തന്നെ എന്താ പറയുക, പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നടക്കുമെന്ന് നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിന് കാരണമായിട്ട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരിടയ്ക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് വളരെ താല്പര്യപൂർവ്വം ഇരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് നമ്മൾ ഈ നാസി കൂട്ടക്കൊല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ പരിപാടികളെക്കുറിച്ചൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എൻ്റെ ഒരു, കാരണം നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ അന്ന് ഞാൻ കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഇതൊന്ന് വായിക്കുന്നത് ഇപ്പം നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എനിക്ക് സജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്ത് ഞാനത് ഒരു ഭയങ്കര എന്താ പറയുക ആഴത്തിലുള്ളൊരു വായന തന്നെ അതിനെക്കുറിച്ച് നടത്തി. ഏതാണ്ട് 5ഓളം പുസ്തകങ്ങൾ ഈ നാസി ക്യാമ്പിൽ ജീവിച്ച് അവിടുന്ന് പുറത്തു വന്ന, ആ പീഡനത്തിലൂടെ കടന്നു വന്ന് പുറത്തു വന്ന അവരെഴുതിയ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ച് വന്നപ്പം എന്നെ അത് ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യം, ഹിറ്റ്ലർ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്തത്. ഹിറ്റ്ലറിനോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ആ ക്യാമ്പിൽ ആൾക്കാരെ കൊല്ലാനും പിന്നെ ഗ്യാസ് ചേമ്പറിലേക്ക് വിടാനും എല്ലാം ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇവരെങ്ങനെയാണ് ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തിയത്, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇതിന് കൂട്ടുനിന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ വായനയുടെ പിന്നീടുള്ളൊരു അന്വേഷണം. എങ്ങനെ ആ മാനസികാവസ്ഥയിൽ ആൾക്കാർ എത്തി എന്നുള്ളത്. ഇന്ന് കേരളത്തിലെ ഈ ഹിജാബ് വിവാദം നടക്കുമ്പോൾ അതിനകത്ത് വന്ന് ഈ കമൻ്റ് ഇടുന്നവരുണ്ടല്ലോ, തലയിലൊരു തുണിയിട്ടാൽ എന്താണ് കുഴപ്പം, തട്ടമിടുന്ന അവകാശമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന, ഇപ്പം വളരെ നിഷ്കളങ്കരായിട്ട് ചോദിക്കുന്ന ഈ വ്യക്തികളാണ് അന്ന് ഹിറ്റ്ലറിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ കൂടി ഇവരെയൊക്കെ യൂതന്മാരെ കൊല്ലാനായിട്ട് കൂട്ടുനിന്നത് ആൾക്കാർ ഇങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഹിജാബ് വിഷയത്തിൽ ഒറ്റ സെൻറ്റൻസിൽ തീരുന്ന കാര്യമേ ഉള്ളൂ. സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് എല്ലാവരും പിന്നെ ജീവിക്കണം, അല്ലെങ്കിൽ അവിടെ പഠിക്കണം. അല്ലാത്തവർക്ക് വേറെ സ്കൂളുകളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഇല്ലായികയില്ല, ഉണ്ടോ? ഇസ്ലാം മതവിശ്വാസത്തിൽ ജീവിക്കേണ്ടവർക്ക് അങ്ങനെയുണ്ട്, പുള്ളി ക്രൈസ്തവ വിശ്വാസത്തിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെയുണ്ട്. എല്ലാ ചോയ്സും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ ഈ ഒരു സ്കൂളിൽ തന്നെ വേണം എന്ന ആ വാശിയും അതൊരു അവകാശവുമായിട്ട് കരുതുക. കാരണം അവിടെ വേറെ മുസ്ലിം കുട്ടികളുണ്ട്, അവർ ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചാണ് അവർ പഠിക്കുന്നത്. ഒരുപക്ഷെ അവർ ആ സ്കൂളിൽ ചേർന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ സെക്കുലറായിട്ട് അവർക്ക് അവരുടെ മതമോ ഒന്നും പ്രദർശിപ്പിക്കാതെ അവർക്ക് പഠിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ടായിരിക്കാം അവർ ആ സ്കൂൾ തിരഞ്ഞെടുത്തത്. അപ്പം അങ്ങനെ ആ ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കുട്ടി നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റി വിടുവാണല്ലോ, അവിടെ വരുന്നു, ഇത് തട്ടവിടുന്നു. അപ്പം മറ്റുള്ള 40 പേരിലൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുക. നമ്മൾ അയ്യോ ഞങ്ങളിനി അതങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പം രണ്ടാമത്തെ ഒരാൾ കൂടുന്നു, മൂന്നാമത്തെ ഒരാൾ കൂടുന്നു, ഈ 40 പേര് ആകുന്നു. ഹിറ്റ്ലർ ഇങ്ങനെയാണ് ചെയ്തത്. ഹിറ്റ്ലർ ഇങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയത് അയാളുടെ കൂടെ. ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അങ്ങനെയാണ് അവർക്കൊരു ഗ്രൂപ്പായി. പിന്നെ അവർ ആ ഗ്രൂപ്പ് വലുതായി. ഇതാണ് ലോകത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ആ 40 കുട്ടികൾ അപ്പം മാനേജ്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതങ്ങനെ പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പം നമുക്കറിയാം മന്ത്രി ശിവൻകുട്ടി എന്തിനാണ് ചേർന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. പിണറായി ആയിക്കോട്ടെ, ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം 3ാം വട്ടം ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരാം, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക്, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ പാർട്ടികളും അതിന് സമ്മതിക്കും. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. പക്ഷെ ഇവിടെ നമ്മളെപ്പോലുള്ള ഓരോ ജനങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്തിനാണത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണത് പറയുന്നത്, ഞാൻ എന്തിനാണ് അതിന് കൂട്ടുനിൽക്കുന്നത്? തീർച്ചയായിട്ടും എത്രയോ ഇസ്ലാമിക്കിൻ്റെ പൂർണ്ണമായ വിശ്വാസത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളരെ ഹലാലായിട്ട് വളരെ ഇസ്ലാമികമായ രീതിയിൽ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് എന്ന് പറഞ്ഞ് പത്രത്തിൽ നമ്മൾ മുഴുനീള പരസ്യങ്ങൾ കാണുന്നതാണ് ഇല്ലേ? ആ സ്കൂളുകൾ തുറന്നു വെച്ചിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് പഠിക്കാനാണ്. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ പഠിക്കുന്നതും അങ്ങനെ ജീവിക്കുന്നതും ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പം സാധാരണക്കാരായിട്ടുള്ള അത് അങ്ങനെ മതത്തിൻ്റെ ഒന്നും കെട്ടുപാടുകളിൽ പഠിക്കണമെന്ന് താല്പര്യമില്ലാത്ത അവർ സ്വതന്ത്രമായിട്ട് പഠിക്കുന്നവർക്ക് അവിടെ നുഴഞ്ഞു കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 6 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിൽ നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പള്ളിയോ അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയോ പിന്നെ പ്രയർ ഗ്രൂപ്പുകളൊക്കെ കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ നേഴ്സസും ക്രിസ്ത്യൻസ് ആയിരുന്നു.
അപ്പം നമ്മൾ ഉടനെ അവിടെ മുദ്രാവാക്യം വിളിച്ച് പറയുവാണ്, ഞങ്ങളിപ്പം മെജോറിറ്റി നേഴ്സസ് ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണം, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം വേണം, ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാനും അല്ലെങ്കിൽ വേറെ ആരെയും പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് തന്നെ പ്രയർ മീറ്റിങ്ങും ബൈബിളും ഒക്കെ സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമായിരുന്നു. രാജ്യത്ത് സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ എത്ര പേടിയോടുകൂടിയാണ് ഓരോ റൂമിലൊക്കെ ഒന്ന് കൂടിച്ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അത്ര ഭയത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. എന്തുകൊണ്ടാണ്? ആ രാജ്യത്തെ നിയമം അതാണ് എന്ന് കരുതി നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? നമ്മളവിടെ ജോലി ചെയ്തു, നമ്മൾ ഓക്കെ, ആ ഒരു ഇൻഫ്ലുവൻസിൽ നമ്മൾ ജീവിച്ചപ്പം കുറേയൊക്കെ ഇസ്ലാമിനെ അറിയാനായിട്ട് ശ്രമിച്ചു, ഖുറാൻ വായിച്ചു, പ്രാർത്ഥനയൊക്കെ പഠിക്കാനായിട്ട് ചിലരൊക്കെ നോക്കി, ഞാനും ഒക്കെ നോക്കി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അതല്ല നമുക്ക് യോജിച്ചത്, അത് നമ്മുടെ ഒരു വിശ്വാസമല്ല, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്ന് കരുതി നമ്മൾ പോയി. അപ്പം ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ വളരുമ്പോഴത്തേക്ക് ഈ മുസ്ലിം കുട്ടികൾ ചിലപ്പം പ്രാർത്ഥനയൊക്കെ കേട്ടെന്നിരിക്കും, ചെയ്തെന്നിരിക്കും, പ്രാർത്ഥിച്ചെന്നിരിക്കും. അവർ വീട്ടിൽ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ആ സ്കൂളിൽ നിന്ന് പോയി കഴിയുമ്പോഴോ അല്ല ഇതല്ല എനിക്ക് പറ്റിയത്, ഞാൻ ജനിച്ചു വളർന്നത് തന്നെയാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് കരുതി അവരതിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ ജീവിക്കാനും ഇങ്ങനെയൊക്കെ വളരാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ രാജ്യത്തൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നത് തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ? ആ ഒരു ഭാഗ്യമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടത്? എല്ലാ മതത്തെ അറിയാനും എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കാനും അതിൽ വേണ്ടപ്പെട്ടത് സ്വീകരിക്കാനോ, അല്ലെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കണ്ട എങ്കിൽ എൻ്റെ മതം മാത്രം എനിക്ക് മതിയെങ്കിൽ അതിനുമുള്ള ഫെസിലിറ്റീസ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയക്കാര് എടുക്കുന്നതും പിന്നെ തീവ്രവാദ പാർട്ടികൾ മുതലെടുക്കുന്നതും ഇതിനെല്ലാം കാരണമാകുന്നത് നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരുടെ വ്യക്തികളുടെ ചിന്താഗതിയാണ്. ഓരോ വ്യക്തികളുടെ ചിന്താഗതിയാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. അത് നമ്മൾ പുറത്തു പറയുമ്പോഴത്തേക്ക് വർഗീയതയാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, ഇങ്ങനെയൊന്നും കാറിക്കൂവിയിട്ടൊന്നും കാര്യമില്ല. തട്ടമിടണ്ടെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. തട്ടമിടുന്നതുകൊണ്ടൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തട്ടമിടുന്ന സ്കൂളുകളും ഉണ്ടായിരിക്കാം, അതുണ്ടാകുകയും ചെയ്യും. പക്ഷേ ഒരു സ്കൂൾ ചൂസ് ചെയ്യുമ്പം എൻ്റെ മകനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിൽ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പല സ്കൂളുകളിലേക്ക് നമ്മൾ ഫോൺ വിളിച്ചു. ഞാൻ ആദ്യം വിളിച്ചൊരു സ്കൂളിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കൊച്ചിനെ അവിടെ വിടുന്നത്, 9ാം ക്ലാസ്സിലേക്കാണ് വിടുന്നത്. അവർ എല്ലാ കാര്യം ഡീറ്റെയിൽസൊക്കെ എടുത്തു, ഒക്കെ ഞങ്ങളിത് ഓഫർ ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, അവനിങ്ങനെ പാട്ടിന് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. സ്കൂൾ പറഞ്ഞു, മാഡം 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം അവർക്ക് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പം ഇനി വേണേ വല്ലോ ഫ്രീ ടൈമിലും വല്ലോ പാട്ട് കേൾക്കുകയോ എന്തെങ്കിലും ചെയ്യാം, പക്ഷേ സ്പോർട്സ് ഇല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല. ഞാൻ പറഞ്ഞു, ശരി, അത് കുഴപ്പമില്ല, അവരുടെ സ്കൂളിൻ്റെ നിയമം അതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിന് അതല്ല വേണ്ടിയത്, അവൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്കൂളാണ് വേണ്ടത്. നമ്മൾ ആ സ്കൂൾ ചൂസ് ചെയ്തില്ല. ഞാൻ ആ സ്കൂൾ ചൂസ് ചെയ്തിട്ട് എൻ്റെ കൊച്ചിനെ പാട്ട് പഠിപ്പിക്കുന്നില്ല, എൻ്റെ കൊച്ചിനെ സ്പോർട്സിന് വിടുന്നില്ല എന്ന് നമ്മൾ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ആ സ്കൂൾ അവരുടെ കാര്യം തുറന്നു പറഞ്ഞു, നമുക്കത് യോജിച്ചതല്ല, അതല്ല നമ്മൾ നോക്കുന്നു. നമ്മൾ മറ്റൊരു സ്കൂൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിന് മാർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല, പക്ഷേ അവൻ ഹാപ്പി ആയിരിക്കണം, അവന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം. അവർ പറഞ്ഞു 100% ഞങ്ങളത് ഉറപ്പ് തരുന്നു, അവൻ ഹാപ്പി ആയിരിക്കും, അവന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇന്നതാണ് ഞങ്ങളുടെ മോട്ടോ. നമ്മൾ ആ സ്കൂൾ ചൂസ് ചെയ്തു. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഇത്രയൊക്കെ വെറൈറ്റികളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനും നമുക്ക് അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വെറുതെ ഒരു സ്ഥലത്ത് കയറിയിട്ട് അത് കൊച്ചിന് മാനസിക വിഷമം ഉണ്ടാക്കി ഈ കൊച്ചിനെയൊക്കെ ഉപയോഗിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനം ഇത് തന്നെയല്ലേ പാലസ്തീനി നടത്തുന്നത്? എപ്പോഴും കുട്ടികളെ മുന്നിൽ നിർത്തും, കുട്ടികൾ മരിക്കുന്നു, കുട്ടികളുടെ ആശുപത്രിയുടെ താഴെ തുരങ്കം, കുട്ടികളുടെ സ്കൂളിന് താഴെ തുരങ്കം, എല്ലായിടത്തും തുരങ്കം, എല്ലായിടത്തും കുട്ടികളെ മുന്നിൽ നിർത്തുന്നു. ഇതൊക്കെ നമ്മൾ ലോകത്തെമ്പാടും കാണുന്നതല്ലേ? ഇവിടെയും ഒരു കുട്ടിയെ മുന്നിൽ നിർത്തുന്നു, ഒരു കുട്ടിയെ കയറ്റുന്നു, ബാക്കി 40 കുട്ടിയെയും 40 കുടുംബങ്ങളെയും കിട്ടാനായിട്ട്. ഇതിൻ്റെ പേരാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ വോട്ട് രാഷ്ട്രീയമാക്കി മാറ്റുന്നതിനെയാണ് തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത്. ഉടനെ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിള് പഠിപ്പിച്ചതിന് പാസ്റ്ററെ തല്ലി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അത് ലോക അവസാനത്തോളം ഉണ്ടായിരിക്കും. സുവിശേഷത്തിന് വേണ്ടി ഞാൻ പീഡ അനുഭവിക്കുന്നില്ല എങ്കിൽ സുവിശേഷം സത്യമല്ല എന്നുള്ളതാണ്. അതെല്ലാ കാലവും ഉണ്ടായിരിക്കും. ഇപ്പം നൈജീരിയയിലും എത്രയോ ക്രിസ്ത്യൻസിനെ മുസ്ലിം തീവ്രവാദികൾ കൊല്ലുന്നു. അതിനെക്കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. എത്രയോ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നു, അതിനാർക്കും കുഴപ്പമില്ല. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു പാസ്റ്ററിനെ തല്ലി, അല്ലെങ്കിൽ സിസ്റ്ററും 2 പേരെ ജോലിക്ക് കൊണ്ടുപോയി, ആ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളോ നിയമങ്ങളോ ഒന്നും അറിയത്തില്ലാത്ത പാവം പിടിച്ച 2 സിസ്റ്റർമാർ കൊണ്ടുപോയി അവർ തടഞ്ഞു, ആൾക്കൂട്ട ആക്രമണം നടത്തി. ഇവിടെ അതിലും വലിയ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കുന്നില്ലേ?
പക്ഷെ അത് തെറ്റൊന്നും ഇവർ ചെയ്യാത്തത് കൊണ്ട് അവർ പുറത്തു വന്നു എന്ന് പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഭാഗ്യം ചെയ്ത ഒരു സ്ഥലത്ത് വളരാനും ജീവിക്കാനും ഒക്കെ ഉള്ള അനുവാദം കിട്ടി. അവരുടെ ഉള്ളിലൊരു മതവിശ്വാസമുണ്ട് എങ്കിൽ, അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു വിളിയുണ്ട് എങ്കിൽ അവരേത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും അവരതിലേക്ക് തിരിച്ചെത്തും. അത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് പറയുക, അവരെ ആ വിശ്വാസത്തിൽ വളർത്തുക. അവർ പഠിച്ചിടത്ത് സ്കൂളിൽ കുരിശ് വരച്ചെന്നോ അല്ലെങ്കിൽ അത് കേട്ടതുകൊണ്ടോ ഒന്നും ഇപ്പം മാതാമൃതാനന്ദമയ്യയുടെ കോളേജിൽ പോകുന്ന എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് കരുതി അവരെല്ലാവരും അതിലേക്ക് ആകർഷമാകുകയോ അതിലേക്ക് വെറുക്കുകയോ ചെയ്യുന്നില്ല. ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. അവരതനുസരിച്ച് ചെയ്യുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടൊന്നും ആരുടെയും വിശ്വാസം ഇല്ലാതാകുകയില്ല, ആരുടെയും വിശ്വാസം കൂടുകയില്ല, കുറയുകയുമില്ല ഓരോരോ ജീവിത സാഹചര്യത്തിൽ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊക്കെ ഹിറ്റ്ലറിന് കൂട്ടിക്കൊടുത്തതുപോലെ അല്ലെങ്കിൽ ഹിറ്റ്ലറിനോടൊപ്പം ചേർന്നതുപോലെ തീവ്രവാദത്തിന് നമ്മൾ ചേരുവാണോ, ഗാസയിലെ ആൾക്കാർ ഹമാസിനോടൊപ്പം ചേർന്നതുപോലെ നമ്മൾ ചേരുകയാണോ എന്നത് മാത്രം ആലോചിക്കുക. ആ ഒരു ആലോചന കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊക്കെ ഇന്നത്തെ കാലത്തും ആവർത്തിക്കാം. മനുഷ്യരെന്നും ഒന്ന് തന്നെയാണ്, മനുഷ്യർ മാറിയിട്ടില്ല, അവരുടെ ചിന്താഗതികൾ മാറിയിട്ടില്ല. 2000 വർഷം മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു റെപ്പറ്റീഷൻ മാത്രമാണ്, കാലം എന്ന് പറയുന്നത് ഒരു റെപ്പറ്റീഷൻ മാത്രമാണ്. അത് അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ആ പഠിച്ചത് നമ്മൾ ചിന്തിക്കണം, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വിവാദമുണ്ടായത് വളരെ നല്ലതാണ്. അതും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാകണം. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? എല്ലാ ആൾക്കാർക്കും ഇപ്പം തന്നെ ഓരോ കമൻറ്റുകളൊക്കെ എഴുതുമ്പോൾ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഞാൻ വായിക്കുന്ന ഒരു പതിവുള്ള ഒരാളായിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്കറിയാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ പോലും ചിന്താഗതിയിലുണ്ടായ വ്യത്യാസം, അവരുടെ വാക്കുകളിലുണ്ടായ വ്യത്യാസം, ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അവർ കേൾക്കുന്ന പല കാര്യങ്ങളിൽ നിന്നാണ്, അവരുടെ പല പ്രതീക്ഷകളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഖത്തറിലും പിന്നെ നല്ല സുരക്ഷിതമായ കൊട്ടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗാസയിലെ ജനങ്ങളെ കൊല്ലാൻ എറിഞ്ഞു കൊടുത്തതുപോലെ ആകരുത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.